ഖത്തറിലെ ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള 3 പ്രസിഡന്റുമാർക്കും ജയം. ICCയിലേക്ക് AP മണികണ്ഠനും ICBF-ലേക്ക് ഷാനവാസ് ബാവയും ISCയിലേക്ക് EP അബ്ദുറഹിമാനും വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റുമാർ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. ഖത്തറിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അപെക്സ് ബോഡിയാണ് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ. വലിയ വിജയം, വലിയ ഉത്തരവാദിത്തമാണെന്ന് പ്രസിഡന്റ് AP മണികണ്ഠൻ പ്രതികരിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം പൂർത്തീകരിക്കാനാവാത്ത കുറേ കാര്യങ്ങൾ നമ്മളിലുണ്ട്. അത് കഴിഞ്ഞ 2 വർഷം നടത്തിയ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിട്ടത്. ഒരു നെഗറ്റീവ് പ്രചരണവും മറ്റുള്ളവർ പറയാതെ കഴിഞ്ഞ 2 വർഷമായി അല്ലെങ്കിൽ അതിനു മുമ്പും സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നിന്നുവോ അത് ഉയർത്തിക്കാട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അത് ദോഹയിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വലിയ ഭൂരിപക്ഷത്തിൽ എന്നെ തെരഞ്ഞെടുത്തത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടുകയാണ്. ICCയെ കുറേ കൂടി 8,30,000 വരുന്ന ആളുകളുടെ ഇടയിലേക്ക് എങ്ങനെ കൂടുതൽ ജനകീയമാക്കി എത്തിക്കാം, ഏതൊക്കെ മേഖലയിൽ അവരുടെ കൂടി പങ്കാളിത്തങ്ങൾ ഉറപ്പുവരുത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി ഞാൻ കാണുന്നത്. രണ്ടാം ഊഴത്തിലും 24 മണിക്കൂറും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവയുടെ ഉറപ്പ്. ICBF-ന്റെ സേവനങ്ങൾ അർഹരായ എല്ലാവരിലേക്കും എത്തിക്കും. ആദ്യമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ 2 വർഷം കമ്മ്യൂണിറ്റി ഭാഗമാകാനും ഇനി അടുത്ത 2 വർഷം കൂടി കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഭാഗമാകാനും ICBF-ലൂടെ തെരഞ്ഞെടുത്തിട്ടുള്ള നന്ദിയും സ്നേഹവും അവരുടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലുള്ള മീഡിയ പേഴ്സൺസ് തന്നിരുന്ന സപ്പോർട്ടും 2 വർഷം അത് തുടർന്നുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ 2 വർഷം കമ്മ്യൂണിറ്റിയിൽ വളരെ നമ്മൾ ആഴത്തിലിറങ്ങി എല്ലാവരുടെ ബന്ധം ഉണ്ടാക്കാനും അവിടെ ഓരോ ചെറിയതും വലുതുമായ ആവശ്യങ്ങൾക്ക് നമ്മളെ കൊണ്ടാകുന്ന പരിഹാരങ്ങൾക്ക് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രോമിസും. നമ്മൾ എപ്പോഴാണെങ്കിലും 24/7 ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും, നമ്മളുടെ ഫുൾ ടീം ഉണ്ടാവും. എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അത് ഏത് അധികാരികളാണ്, എംബസി ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏത് അധികാരികളാവട്ടെ, അവിടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾക്ക് നമ്മളുണ്ടാകും എന്നുള്ളതാണ് അവിടെ എപ്പോഴും ഏറ്റവും വലിയൊരു വാഗ്ദാനം. അത് 24/7 ഉണ്ടാവും, ഏത് നേരത്തും നമ്മളുണ്ടാകും. അതുകൂടാതെ കുറച്ച് നമ്മളുടെ പരിപാടികൾ നമുക്ക് നമ്മുടേതായ ടീമിനായിട്ട് ആലോചിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ അടുത്ത ദിവസങ്ങളിലുണ്ടാവും. കാരണം ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞുള്ളൂ, നമ്മളുടെ ഒരു ടീം സെറ്റ് ആവാനുണ്ട്, ബാക്കിയുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സൊക്കെ വരണം. അപ്പോൾ തീർച്ചയായും കുറച്ച് മാറ്റങ്ങൾ വരുന്ന 1-2 പ്രൊജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. കഴിഞ്ഞ വർഷം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ 40th ഇയർ ആയതുകൊണ്ട് നമുക്ക് ആ 40th ഇയറിൻ്റെ പുറകിൽ പോയി അത് പറ്റിയില്ല. അപ്പോൾ അതെന്തായാലും നമ്മുടെ എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് ഉപകാരമാവുന്ന 1-2 പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ട്. അത് നടപ്പിലാക്കണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അത് നടപ്പിലാക്കുമെന്ന് വിചാരിക്കാം. ഖത്തറിലെ ഇന്ത്യക്കാരുടെ ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്ത്യൻ സ്പോർട്സ് സെന്ററിനെ നയിക്കാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട EP അബ്ദുറഹ്മാൻ. തീർച്ചയായും കഴിഞ്ഞ 2 വർഷക്കാലം വളരെ സജീവമായ പരിപാടികളുമായിട്ടാണ് ISC മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ 2 വർഷത്തെ പരിപാടികളുടെ ഒരു തുടർച്ച എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ഇനി വരാനുള്ള 2 വർഷം. കഴിഞ്ഞ 2 വർഷം 3 മേഖലകളിലാണ് പ്രധാനമായും ഞങ്ങൾ ശ്രദ്ധ ഊന്നിയത്. 1 സ്ത്രീകളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരുന്നു, 2 കുട്ടികളുടെ, 3-മത്തേത് ബ്ലൂ കോളർ കാറ്റഗറിയിലുള്ള ജോലിക്കാരുടെ. സ്ത്രീകൾക്കായി ആദ്യമായി ക്രിക്കറ്റ് ടൂർണമെൻറ്റും ക്രിക്കറ്റ് കോച്ചിങ്ങും സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ത്രോബോൾ ടൂർണമെൻറ്റ് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ പല പരിപാടികളിലും സ്ത്രീ വോളണ്ടിയർമാരുടെയും ഇതിൻ്റെ ഓർഗനൈസിങ്ങിലും സ്ത്രീകൾ ധാരാളമായി മുന്നോട്ട് വരികയും കൂടുതൽ പരിപാടികൾ സ്ത്രീകൾക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന പരിപാടികളുടെ വരുന്ന വർഷങ്ങളിൽ ഞങ്ങൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി വോളിബോളും അതേപോലെ തന്നെ ഫുട്ബോളും നടത്തണമെന്ന് പരിപാടിയിട്ടിട്ടുണ്ട്. കുട്ടികൾക്കായി അണ്ടർ 17 ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ ടേമിൽ നടത്താൻ കഴിഞ്ഞു. ഇനി വരുന്ന വർഷങ്ങളിലും ഇത് തുടരും. അതിന് പുറമെ ഖത്തറിൽ ഇതുവരെയായിട്ട് ഇന്ത്യൻ സ്കൂളുകൾക്കിടയിൽ ഒരു ഇൻ്റർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്പോർട്സ് ഗെയിംസ് ചാമ്പ്യൻഷിപ്പുകളോ നടക്കുന്നില്ല. അതായിരിക്കും ഈ ടേമിലെ ഞങ്ങളുടെ ഒരു പ്രധാന ഇനമായിട്ട് ഞങ്ങൾ പരിപാടിയിടുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പുറമെ അംബാസഡർ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളെ കൂടി ചേർത്താണ് പുതിയ കമ്മിറ്റികൾ നിലവിൽ വരിക. മീഡിയ 1 ദോഹ.